സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിൻ സ്പെഷ്യൽ 2025 ജനുവരി മുതൽ മെയ് വരെയുള്ള PSC ബുള്ളറ്റിൽ നിന്നുമുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും PSC ബുള്ളറ്റിനിൽ തന്നിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഇതിനോടൊപ്പം തന്നെ സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തേത്, ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 274 ഉപഗ്രഹങ്ങൾ ഉള്ള ശനിയാണ് സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം. അപ്പൊ സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ശനിയാണ്. നിലവിൽ എത്ര ഉപഗ്രഹങ്ങളാണുള്ളത് ശനിക്ക്? 274 ഉപഗ്രഹങ്ങളാണ്. അപ്പൊ നിലവിൽ സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? ശനിയാണ്. ശനിക്ക് നിലവിലെ 274 ഉപഗ്രഹങ്ങളാണ് ഉള്ളത്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായി ക്രിസ്റ്റി കവൻട്രി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയും ആഫ്രിക്കയിൽ നിന്നുമുള്ള ആദ്യ ആളുമാണ് കവൻട്രി. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ക്രിസ്റ്റി കവൻട്രിയാണ്. അതിനോടൊപ്പം തന്നെ ഓർത്തു വെക്കേണ്ട 2 പോയിന്റ്സ് ആണ്. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി. അതുപോലെ ആഫ്രിക്കയിൽ നിന്നുമുള്ള ആദ്യത്തെ ആളുമാണ് ക്രിസ്റ്റി കവൻട്രി. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി ഫിൻലാൻഡ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയുടെ സ്ഥാനം 118 ആണ്. അപ്പം ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ്? ഫിൻലാൻഡ് ആണ്. ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണുള്ളത്? 118ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് ഉള്ളത്. അടുത്ത ചോദ്യം, നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര പദ്ധതിയാണ് നക്ഷ. അപ്പൊ പദ്ധതിയുടെ പേര് എന്താണ്? നക്ഷ എന്നാണ്. നക്ഷ എന്തിനു വേണ്ടിയിട്ടാണ്? നഗരങ്ങളിലെ എന്നത് ഓർത്ത് വയ്ക്കുക. നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര പദ്ധതിയാണ് നക്ഷ. അടുത്തത്, കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? കൊച്ചിയിലാണ്. അടുത്ത ചോദ്യം, ആകാശഗംഗകളെ കുറിച്ചുള്ള സമഗ്ര പഠനത്തിന് സ്ഫിയർ-എക്സ് എന്ന ദൂരദർശിനി വിക്ഷേപിച്ച് നാസ. ആകാശഗംഗകളെ കുറിച്ചുള്ള സമഗ്ര പഠനത്തിന് നാസ വിക്ഷേപിച്ച ദൂരദർശിനി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സ്ഫിയർ-എക്സ് ആണ്. സ്ഫിയർ-എക്സ് ആകാശഗംഗകളെ കുറിച്ചുള്ള സമഗ്ര പഠനത്തിനായിട്ട് നാസ വിക്ഷേപിച്ച ദൂരദർശിനിയാണ് സ്ഫിയർ-എക്സ്. അടുത്തത്, 37ാമത് അഖിലേന്ത്യാ തപാൽ കലാമേളയിൽ കേരളം ജേതാക്കളായി. എത്രാമത്തെയാണ്? 37ാമത്തേതാണ് അഖിലേന്ത്യാ തപാൽ കലാമേളയിൽ ജേതാക്കളായത് കേരളമാണ്. കേരളം. മധ്യപ്രദേശിലെ മാധവ് ദേശീയോദ്യാനത്തെ ഇന്ത്യയുടെ 58ാമത്തെ കടുവാ സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ 58ാമത്തെ കടുവാ സങ്കേതമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ദേശീയോദ്യാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? മാധവ് ദേശീയോദ്യാനമാണ്. മാധവ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? മധ്യപ്രദേശ് ആണ്. ഇനി ഇങ്ങനെ ചോദിക്കാം, കടുവാ സങ്കേതമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട മാധവ് ദേശീയോദ്യാനം ഇന്ത്യയിലെ എത്രാമത്തെ കടുവാ സങ്കേതമാണ്? എത്രാമത്തേതാണ്? 58ാമത്തെ കടുവാ സങ്കേതമാണ്. മാധവ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ 58ാമത്തെ കടുവാ സങ്കേതമാണ്. അടുത്ത ചോദ്യം, മാർക്ക്
കാർണി കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി അധികാരമേറ്റു. അപ്പൊ കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് അധികാരമേറ്റത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? മാർക്ക് കാർണിയാണ്. മാർക്ക് കാർണി. UK-യിലെ പാർലമെന്റ് അംഗങ്ങൾ നൽകുന്ന സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം തെലുങ്ക് നടൻ ചിരഞ്ജീവിക്ക്. അപ്പൊ UK-യിലെ പാർലമെന്റ് അംഗങ്ങൾ നൽകുന്ന സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച തെലുങ്ക് നടൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ചിരഞ്ജീവിയാണ്. അടുത്ത ചോദ്യം, 2021-22 വർഷത്തെ കേരള സർവകലാശാലയുടെ ONV പുരസ്കാരം MK സാനുവിനും M മുകുന്ദനും. ഇപ്പൊ 2021-22 വർഷത്തെ കേരള സർവകലാശാലയുടെ ONV പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? MK സാനു, M മുകുന്ദൻ എന്നിവരാണ്. MK സാനു, M മുകുന്ദൻ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻഡിംഗ് മെഷീൻ സ്ഥാപിതമായത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻഡിംഗ് മെഷീൻ സ്ഥാപിതമായത് എവിടെയാണ്? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻഡിംഗ് മെഷീൻ എവിടെയാണ് സ്ഥാപിതമായത്? തിരുവനന്തപുരം. സ്വിസ് വായു ഗുണനിലവാര സാങ്കേതിക കമ്പനിയായ IQ എയറിന്റെ 2024 റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യക്ക് 5-ാം സ്ഥാനമാണ്. ചാഡ്, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, കോങ്കോ എന്നീ 5 രാജ്യങ്ങളാണ് 1 മുതൽ 4 വരെയുള്ള സ്ഥാനങ്ങളിൽ. ചാഡ്, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, കോങ്കോ. സ്വിസ് വായു ഗുണനിലവാര സാങ്കേതിക കമ്പനിയാണ് IQ എയർ. IQ എയറിന്റെ 2024 റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 5-ാമത്തെ സ്ഥാനമാണ്. ചാഡ്, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, കോങ്കോ എന്നീ 5 രാജ്യങ്ങളാണ് 1 മുതൽ 4 വരെയുള്ള സ്ഥാനങ്ങളിൽ. അടുത്തത്, അജയ് സേത്തിനെ പുതിയ ധനകാര്യ സെക്രട്ടറിയായി നിയമിച്ചു. പുതിയ ധനകാര്യ സെക്രട്ടറി അജയ് സേത്തിനെ പുതിയ ധനകാര്യ സെക്രട്ടറിയായിട്ട് നിയമിച്ചു. 2025 പുരുഷ വനിതാ കബഡി ലോകകപ്പുകൾക്ക് ഇംഗ്ലണ്ട് വേദിയാകും. 2025 പുരുഷ വനിതാ കബഡി ലോകകപ്പുകൾക്ക് വേദിയായ രാജ്യം ഏതാണ്? ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട്. കബഡി ലോകകപ്പ് 2025 വേദി ഏതാണ്? ഇംഗ്ലണ്ട് ആണ്. അടുത്ത ചോദ്യം, വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നത്. ക്യാമ്പയിൻ്റെ പേരെന്താണ്? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. കേരളത്തിൽ ലഹരി വ്യാപാരം തടയുന്നതിനായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്നത്. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. കേരളത്തിൽ ലഹരി വ്യാപാരം തടയുന്നതിനായിട്ട് എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലഹരി വേട്ടയ്ക്ക് AI ഉപയോഗിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ സംസ്ഥാന PSC മ്യൂസിയം തിരുവനന്തപുരത്തെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന PSC മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരത്ത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിലാണ്. അടുത്ത ചോദ്യം, സൗദി അറേബ്യയിലെ റിയാദാണ് 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് വേദിയാക്കുന്നത്. 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത് റിയാദാണ്. റിയാദ്, സൗദി അറേബ്യയിലെ റിയാദ്. ഹണി ബെഞ്ചമിൻ കൊല്ലം കോർപ്പറേഷൻ മേയറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. ഹണി ബെഞ്ചമിൻ കൊല്ലം കോർപ്പറേഷൻ മേയറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഹണി ബെഞ്ചമിൻ.
സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ ചെയർമാനായിട്ട് നിയമിതനായത് തുഹിൻ കാന്ത പാണ്ഡെയാണ്. തുഹിൻ കാന്ത പാണ്ഡെ സെബിയുടെ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെ. സ്പൈസസ് ബോർഡ് ചെയർപേഴ്സണായിട്ട് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥിനെ തിരഞ്ഞെടുത്തു. സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ ആരാണ്? അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനാണ്. കടമ്മനിട്ട രാധാകൃഷ്ണൻ പുരസ്കാരം ഡോക്ടർ എം ലീലാവതിക്ക്. കടമ്മനിട്ട കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ എം ലീലാവതിയാണ്. 55,555 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ഡോക്ടർ എം ലീലാവതി. എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് ഇക്കൊല്ലത്തെ മികച്ച കളക്ടർക്കുള്ള റവന്യൂ അവാർഡിന് അർഹനായി. ഇക്കൊല്ലത്തെ മികച്ച കളക്ടർക്കുള്ള റവന്യൂ അവാർഡിന് അർഹനായത് എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് ആണ്. NSK ഉമേഷ്. സ്വീഡന്റെ അർമാൻഡ് ഡ്യൂപ്ലാന്റിസിന് പോൾ വോൾട്ടിൽ 11ാം തവണയും ലോക റെക്കോർഡ്. അർമാൻഡ് ഡ്യൂപ്ലാന്റിസിന്. അടുത്തത് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനും ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനും നവരത്ന പദവി. ഏതിനൊക്കെയാണ്? ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസത്തിനും ഫിനാൻസ് കോർപ്പറേഷനും നവരത്ന പദവി. കേരളത്തിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യമായി യാത്രാ സർവീസ് ആരംഭിച്ച തൃപ്പങ്ങോട് പഞ്ചായത്ത്. ഏത് പഞ്ചായത്താണ്? തൃപ്പങ്ങോട് പഞ്ചായത്താണ്. തൃപ്പങ്ങോട് പഞ്ചായത്ത് ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. അപ്പം കേരളത്തിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യമായിട്ട് യാത്രാ സർവീസ് ആരംഭിച്ച പഞ്ചായത്ത് ഏതാണ്? തൃപ്പങ്ങോട് പഞ്ചായത്താണ്. ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. കേന്ദ്ര ലോ സെക്രട്ടറിയായിട്ട് അഞ്ജു രതി റാണയെ നിയമിച്ചു. കേന്ദ്ര ലോ സെക്രട്ടറിയായിട്ട് നിയമിതയായത് അഞ്ജു രതി റാണ. ഇന്ത്യയിലെ ആദ്യ വനിതാ നിയമ സെക്രട്ടറി ആണിവർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ നിയമ സെക്രട്ടറി ആരാണ്? അഞ്ജു രതി റാണയാണ്. അഞ്ജു രതി റാണ. സ്വന്തമായി ഉപഗ്രഹമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനമാക്കാൻ ഒരുങ്ങുന്നു ആസാം. സ്വന്തമായി ഉപഗ്രഹമുള്ള രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാകാൻ ഒരുങ്ങുന്നു ആസാം. 1925 മാർച്ച് 12 മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും വർക്കല ശിവഗിരി മഠത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ 100ാം വാർഷികം വിവിധ പരിപാടികളോടെ ആചരിച്ചു. ആരൊക്കെയാണ്? മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവുമാണ്. മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും. എന്നാണ്? 1925 മാർച്ച് 12 എവിടെ വെച്ചാണ്? വർക്കല ശിവഗിരി മഠത്തിലെ. എത്രാമത്തെ വാർഷികമാണ്? 100ാമത്തെ വാർഷികമാണ്. ലോക ജൂനിയർ ചെസ് കിരീടം ഇന്ത്യക്ക്. ലോക ജൂനിയർ ചെസ് കിരീടം ഇന്ത്യക്ക്. പ്രണവ് വെങ്കടേഷാണ് ഫിഡെ അണ്ടർ 20 ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കിരീടം നേടിയത്. ആരാണ്? പ്രണവ് വെങ്കടേഷ്. പ്രണവ് വെങ്കടേഷ് ഇന്ത്യക്ക് വേണ്ടി ലോക ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ആരാണ്? പ്രണവ് വെങ്കടേഷ് ആണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് 59ാം ജ്ഞാനപീഠ പുരസ്കാരം ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ലയ്ക്ക്. 59ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? വിനോദ് കുമാർ ശുക്ലയാണ്. ഹിന്ദി സാഹിത്യകാരനാണ്. ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠം നേടുന്ന ആദ്യ എഴുത്തുകാരനാണ് അദ്ദേഹം. എവിടെ നിന്നുമാണ്? ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠം നേടുന്ന ആദ്യ എഴുത്തുകാരൻ. 11 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ആർക്കാണ് ലഭിച്ചത്? വിനോദ് കുമാർ ശുക്ല. അടുത്തത് 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യയാണ്. 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ.
നടന്നത് എവിടെയാണ്? ദുബായിലാണ് ഇതിൻ്റെ ഫൈനൽ നടന്നത്. ഫൈനലിൽ ന്യൂസിലാൻഡിനെയാണ് 4 വിക്കറ്റിന് തോൽപ്പിച്ചത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ 3ാമത്തെ കിരീടമാണിത്. ഇപ്പം 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യയാണ്. ഫൈനൽ എവിടെ വെച്ചാണ് നടന്നത്? ദുബായിൽ വെച്ചിട്ടാണ് നടന്നത്. ആരെയാണ് തോൽപ്പിച്ചത്? ഇന്ത്യ ന്യൂസിലാൻഡിനെ 4 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ എത്രാമത്തെ കിരീടമാണിത്? 3ാമത്തെ കിരീടമാണ്. അടുത്തത് രഞ്ജി ട്രോഫി കിരീടം വിദർഭയ്ക്ക്. രഞ്ജി ട്രോഫി കിരീടം വിദർഭ. ഫൈനലിൽ കേരളത്തിനെതിരെ 1ാം ഇന്നിങ്സിൽ നേടിയ 37 റൺസിന്റെ ലീഡിലാണ് വിദർഭ ജേതാക്കളായത്. ഇത്തവണ രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് യശ് റാത്തോഡും ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ഹർഷ ദുബൈയുമാണ്. യശ് റാത്തോഡ് 960 റൺസ്, ഹർഷ ദുബെ 69 വിക്കറ്റ്. അടുത്ത ചോദ്യം, ഭൂകമ്പ ദുരിതം അനുഭവിക്കുന്ന മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. രക്ഷാപ്രവർത്തനത്തിൻ്റെ പേര് ഓപ്പറേഷൻ ബ്രഹ്മ. ഏത് രാജ്യത്തിനെ സഹായിക്കാനാണ്? മ്യാൻമാറിനെ സഹായിക്കാനായിട്ട്. ഇതിൽ നിന്നുമാണ് ഭൂകമ്പ ദുരിതം. ഭൂകമ്പ ദുരിതം അനുഭവിക്കുന്ന മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേര് ഓപ്പറേഷൻ ബ്രഹ്മ. അടുത്തത് 2025 മാർച്ചിൽ ബംഗാൾ ഉൾക്കടലിൽ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവികാഭ്യാസമാണ് ഭോങ്കോ സാഗർ. നാവികാഭ്യാസം ഭോങ്കോ സാഗർ. ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇന്ത്യയും ബംഗ്ലാദേശുമാണ്. ഇന്ത്യയും ബംഗ്ലാദേശും. ഭോങ്കോ സാഗർ. ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മിത്രഭൂഷണ പുരസ്കാരം ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായക പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മിത്രഭൂഷണ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നരേന്ദ്രമോദിക്കാണ്. നരേന്ദ്രമോദി. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ കടൽപ്പാലമായ രാമേശ്വരത്തെ പാമ്പൻ പാലം. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ കടൽ പാലം രാമേശ്വരത്തെ പാമ്പൻ പാലമാണ്. 2025 ഏപ്രിൽ 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ഡേറ്റ് എന്നാണ്? 2025 ഏപ്രിൽ 6. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ കടൽ പാലമാണ് രാമേശ്വരത്തെ പാമ്പൻ പാലം. 2025 ഏപ്രിൽ 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. അടുത്തത്, പ്രഥമ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം. ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ഡോക്ടർ HV ഈശ്വരന്. പ്രഥമ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ HV ഈശ്വരനാണ്. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള വരദേവി പുരസ്കാരം പ്രമുഖ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ പ്രൊഫസർ GN പണിക്കർക്ക്. അപ്പം മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന വരദേവി പുരസ്കാരത്തിന് അർഹനായതാരാണ്? പ്രൊഫസർ GN പണിക്കറാണ്. പ്രൊഫസർ GN പണിക്കർ. വി മധുസൂദനൻ നായർക്ക് സാഹിത്യ പരിഷത്ത് പുരസ്കാരം. സാഹിത്യ പരിഷത്ത് പുരസ്കാരത്തിന് അർഹനായതാരാണ്? വി മധുസൂദനൻ നായരാണ്. വി മധുസൂദനൻ നായർ. പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക്. പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സാറ ജോസഫിന്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായതാരാണ്? സാറ ജോസഫാണ്. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ സ്മരണാർത്ഥം ശ്രീ ചിത്തിര തിരുനാൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡ് നടൻ ജയറാമിനും ഒളിമ്പ്യൻ R ശ്രീജേഷിനും ലഭിച്ചു. നടൻ ജയറാമിനും ഒളിമ്പ്യൻ R ശ്രീജേഷിനും. പ്രൊഫസർ കെടാക്കുളം കരുണാകരൻ പുരസ്കാരം മുൻ ചീഫ് സെക്രട്ടറി K ജയകുമാറിന്. പ്രൊഫസർ കെടാകുളം കരുണാകരൻ പുരസ്കാരം ലഭിച്ചത് മുൻ ചീഫ് സെക്രട്ടറി K ജയകുമാറിന്. അടുത്ത ചോദ്യം, ഗായത്രി ചക്രവർത്തി. പേര് ഗായത്രി ചക്രവർത്തി. ഗായത്രി ചക്രവർത്തി സ്പിവാക്. നോർവേയുടെ ഉന്നത ബഹുമതിയായ
ഹോൾബർഗ് പുരസ്കാരം. 4.6 കോടി രൂപയാണ് സമ്മാനത്തുക. അപ്പം നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ഗായത്രി ചക്രവർത്തി സ്പിവാക്കാണ്. ഗായത്രി ചക്രവർത്തി സ്പിവാക്കാണ് നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായത്. സമ്മാനത്തുക 4.6 കോടി രൂപ. അടുത്തത് 2024 തകഴി സാഹിത്യ പുരസ്കാരത്തിന് KP സുധീര അർഹയായി. 2024 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? KP സുധീരയാണ്. KP സുധീര. 1975 ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകം മാർച്ച് ഓഫ് ഗ്ലോറി. പുസ്തകത്തിന്റെ പേരെന്താണ്? മാർച്ച് ഓഫ് ഗ്ലോറി. 1975 ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി. കൃത പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? PR നാഥൻ. കൃത പുരസ്കാരം PR നാഥൻ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ഫസ്റ്റ് ഇൻ ദ വേൾഡ് ചലഞ്ച് ഗ്രാന്റിന് ഡോക്ടർ ഗൗതം ചന്ദ്ര അർഹനായി. 7 കോടി രൂപയുടേതാണ് ഗ്രാന്റ്. 7 കോടി രൂപയുടേതാണ് ഗ്രാന്റ്. അർഹനായതാരാണ്? ഡോക്ടർ ഗൗതം ചന്ദ്ര. ഡോക്ടർ ഗൗതം ചന്ദ്ര. PN പണിക്കർ ഫൗണ്ടേഷൻ പുരസ്കാരം ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണന്. PN പണിക്കർ ഫൗണ്ടേഷൻ പുരസ്കാരം ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് കേരളത്തിനാണ്. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് കേരളത്തിനാണ്. അടുത്തത് ലാൻഡോ നോറിസ് 2025 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ്. 2025 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ആരാണ്? ലാൻഡോ നോറിസ് ആണ്. ലാൻഡോ നോറിസ്. ബെലറൂസിന്റെ പ്രസിഡന്റായി 7ാം തവണയും അലക്സാണ്ടർ ലുക്കാഷെങ്കോ അധികാരമേറ്റു. അലക്സാണ്ടർ ലുക്കാഷെങ്കോ ബെലറൂസിന്റെ പ്രസിഡന്റായിട്ട്. അടുത്ത ചോദ്യം, വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടീം ക്രിക്കറ്റ് കിരീടം മുംബൈ ഇന്ത്യൻസിന്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം മുംബൈ ഇന്ത്യൻസിന്. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 8 റൺസിനാണ് കീഴടക്കിയത്. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ വിജയികളായി. ടെഹ്റാനിൽ നടന്ന ഫൈനലിൽ ഇറാനെ തോൽപ്പിച്ചായിരുന്നു വിജയം. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഇന്ത്യയാണ്. ഫൈനലിൽ തോൽപ്പിച്ചത് ഇറാനെയാണ്. എവിടെ വെച്ചാണ് നടന്നത്? ടെഹ്റാനിൽ വെച്ചാണ് ഫൈനൽ നടന്നത്. പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ്സിൽ ഇന്ത്യയുടെ അരവിന്ദ് ചിദംബരത്തിന് കിരീടം. പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ്സിൽ കിരീടം അരവിന്ദ് ചിദംബരം. അരവിന്ദ് ചിദംബരം. താഷ്കന്റ് ഓപ്പൺ ചെസ്സിൽ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരിന് കിരീടം. മലയാളി ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരിന്. താഷ്കന്റ് ഓപ്പൺ ചെസ്സിൽ കിരീടം നേടിയത് നിഹാൽ സരിൻ. 10.20 സെക്കൻഡിൽ ഓട്ടം പൂർത്തിയാക്കി പുരുഷന്മാരുടെ 100 മീറ്ററിൽ ദേശീയ റെക്കോർഡിട്ട് ഗുരീന്ദർ വീർ സിംഗ്. ഗുരീന്ദർ വീർ സിംഗ്. തോമസ് ബാങ്കിനെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റായത് ആരാണ്? തോമസ് ബാങ്ക്. തോമസ് ബാങ്ക്. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ത്യ വേദിയാക്കും. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്നത് ഇന്ത്യയാണ്. കൃത്യമായ വിള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് ക്രോപ്പ് സർവേ.
ക്രോപ്പ് സർവേ, ഡിജിറ്റൽ ക്രോപ്പ് സർവേ. കൃത്യമായ വിള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ. റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായിട്ട് പൂനം ഗുപ്തയെ നിയമിച്ചു. റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് നിയമിതനായത് പൂനം ഗുപ്ത. ഫോബ്സിന്റെ ഈ വർഷത്തെ ശതകോടീശ്വര പട്ടികയിൽ ഇലോൺ മസ്ക് ആഗോളതലത്തിൽ ഒന്നാമതെത്തി. ഇലോൺ മസ്ക് 34,200 കോടി ഡോളറാണ് മസ്കിന്റെ ആസ്തി. 9,250 കോടി ഡോളർ ആസ്തിയുള്ള മുകേഷ് അംബാനിയാണ് ഇന്ത്യക്കാരിൽ മുന്നിൽ. ഇന്ത്യക്കാരിൽ മുന്നിൽ ആരാണ്? മുകേഷ് അംബാനിയാണ്. 550 കോടി ഡോളർ ആസ്തിയുള്ള MA യൂസഫ് അലിയാണ് അതിസമ്പന്നനായ മലയാളി. MA യൂസഫ് അലി, ഇന്ത്യക്കാരൻ മുകേഷ് അംബാനി. ആഗോളതലത്തിൽ ഒന്നാമതെത്തിയത് ഇലോൺ മസ്ക്. 2025 ബിംസ്റ്റെക് ഉച്ചകോടി തായ്ലാൻഡിൽ നടന്നു. ബിംസ്റ്റെക് ഉച്ചകോടി 2025 എവിടെ വെച്ചാണ് നടന്നത്? തായ്ലാൻഡ്. ഗ്രീസിലെ ആൻഡ്രാവിയ വ്യോമ താവളത്തിൽ നടന്ന ബഹുരാഷ്ട്ര വ്യോമാഭ്യാസമാണ് ഇനിയോച്ചോസ് 25. വിഖ്യാത ഹോളിവുഡ് നടൻ വാൽ കിൽമർ അന്തരിച്ചു. അധ്യാപകനും ഭാഷാശാസ്ത്രജ്ഞനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ TB വേണുഗോപാല പണിക്കർ അന്തരിച്ചു. പ്രശസ്ത ബോളിവുഡ് നടൻ മനോജ് കുമാർ അന്തരിച്ചു. പ്രശസ്ത കഥാപ്രസംഗ കലാകാരൻ ഐലം ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. 2025 അന്തരിച്ച പ്രശസ്ത കലാകാരനായിരുന്ന ഐലം ഉണ്ണികൃഷ്ണൻ ഏത് മേഖലയിലാണ് പ്രശസ്തൻ എന്ന് ചോദിക്കാം. ഏത് മേഖലയാണ്? കഥാപ്രസംഗകൻ. മലയാള സിനിമയിലെ ശ്രദ്ധേയരായ നായക നടന്മാരിൽ ഒരാളായിരുന്ന രവികുമാർ മേനോൻ അന്തരിച്ചു. മ്യാൻമാറിലും തായ്ലാൻഡിലും ഉണ്ടായ ഭൂകമ്പത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടമായി. മനു ഭാക്കർ BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2024 തിരഞ്ഞെടുക്കപ്പെട്ടു. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2024 തിരഞ്ഞെടുക്കപ്പെട്ടത് മനു ഭാക്കർ ആണ്. ഓസ്കാർ പുരസ്കാര ജേതാവായ ഹോളിവുഡ് നടൻ ജീൻ ഹാക്മാൻ അന്തരിച്ചു. ബോക്സിംഗ് ഇതിഹാസം ജോർജ് ഫോർമാൻ അന്തരിച്ചു. ബോക്സിംഗ് ഇതിഹാസം. പ്രശസ്ത ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. പ്രശസ്ത ഗാനരചയിതാവ്. വിഖ്യാത സോവിയറ്റ് ചെസ് താരവും ലോക ചാമ്പ്യനുമായിരുന്ന ബോറിസ് സ്പാസ്കി അന്തരിച്ചു. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ഉച്ചകോടി പാരീസിൽ നടന്നു. 2025 നിർമ്മിത AI ഉച്ചകോടി നടന്നത് എവിടെയാണ്? പാരീസിലാണ്. അടുത്ത AI ഉച്ചകോടിയുടെ വേദി ഇന്ത്യയിലാണ് 2026. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന നിശാഗന്ധി പുരസ്കാരം പ്രശസ്ത കഥക് കലാകാരൻ പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിക്ക്. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന പുരസ്കാരമാണ് നിശാഗന്ധി പുരസ്കാരം. നിശാഗന്ധി പുരസ്കാരത്തിന് അർഹനായത് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിയാണ്. കഥക് കലാകാരനാണ്. 1,50,000 രൂപയുടേതാണ് പുരസ്കാരം. ഏകദിന ക്രിക്കറ്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ 150 റൺസിലെത്തുന്ന ആദ്യ കളിക്കാരനായി ദക്ഷിണാഫ്രിക്കയുടെ മാത്യു ബ്രീഡ്സ്കെ.
ഏകദിന ക്രിക്കറ്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ 150 റൺസിലെത്തുന്ന ആദ്യ കളിക്കാരനായിട്ട് ദക്ഷിണാഫ്രിക്കയുടെ മാത്യു പ്രീറ്റ്സ്കെ. സോദി അയ്യപ്പ പണിക്കർ സാഹിത്യ പുരസ്കാരം മുൻ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായ കെ ജയകുമാറിന്. സോദി അയ്യപ്പ പണിക്കർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? കെ ജയകുമാറാണ്. കെ ജയകുമാർ. അടുത്തതായിട്ട് തദ്ദേശ പുരസ്കാരങ്ങളാണ്. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം, മികച്ച ജില്ലാ പഞ്ചായത്ത്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പാണ്, മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്. മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂറാണ്, കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ. മികച്ച കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരം, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച നഗരസഭ ഗുരുവായൂർ. അടുത്തത് കലാനിധി അക്ഷരരത്ന പുരസ്കാരം PV ചന്ദ്രന്. കലാനിധി അക്ഷരരത്ന പുരസ്കാരത്തിന് അർഹനായത് PV ചന്ദ്രൻ. ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് പങ്കജ് അദ്വാനി ജേതാവ്. ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ജേതാവായത് പങ്കജ് അദ്വാനിയാണ്. പൂർണ്ണ പുരസ്കാരം KS ചിത്രയ്ക്ക്. പൂർണ്ണ പുരസ്കാരത്തിന് അർഹയായത് KS ചിത്ര. ശ്രീ പാർവതി സ്ത്രീരത്ന പുരസ്കാരം ജില്ലാ കളക്ടർ അനുകുമാരിക്ക്. അപ്പം ശ്രീ പാർവതി സ്ത്രീരത്ന പുരസ്കാരത്തിന് അർഹയായത് അനുകുമാരി. പ്രഥമ പത്മകീർത്തി പുരസ്കാരം ഡോക്ടർ നാരായണന്. പ്രഥമ പത്മകീർത്തി പുരസ്കാരം ഡോക്ടർ നാരായൺ. ജ്ഞാനപ്പാന പുരസ്കാരം സാഹിത്യ നിരൂപകൻ KP ശങ്കരൻ. ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് KP ശങ്കരൻ. ചിത്രകാരൻ മൊപ്പാസാങ് വാലത്ത് അന്തരിച്ചു. മൊപ്പാസാങ് വാലത്ത് ഏത് നിലയിലാണ് പ്രശസ്തനായത്? ചിത്രകാരനാണ്, ചിത്രകാരൻ. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാറിനെ നിയമിച്ചു. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിലവിൽ ആരാണ്? ഗ്യാനേഷ് കുമാറാണ്. IVF-ലൂടെ ലോകത്തിൽ ആദ്യമായിട്ട് കങ്കാരുവിന്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച ഓസ്ട്രേലിയ. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സ്വരാജ് ട്രോഫി പുല്ലംപാറ പഞ്ചായത്തിന്. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സ്വരാജ് ട്രോഫിക്ക് അർഹമായ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പുല്ലംപാറ ഗ്രാമപഞ്ചായത്താണ്. കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് 2024 ഇന്ത്യക്ക് 96-ാം സ്ഥാനം. 1-ാം സ്ഥാനം ഡെൻമാർക്കിനാണ്. കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ സ്ഥാനം 96, 1-ാം സ്ഥാനം ഡെൻമാർക്ക്. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി കൊച്ചിയിൽ നടന്നു. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിക്ക് ആഗോള നിക്ഷേപ ഉച്ചകോടിക്ക് വേദിയായത് കൊച്ചിയാണ്. അടുത്തത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ഗാനറ്റ്സ് ആണ് രാജ്യത്തെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം. രാജ്യത്തെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം ഗാനറ്റ്സ്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ഗാനറ്റ്സ്. ഏകദിന ക്രിക്കറ്റിൽ വേഗത്തിൽ 14,000 റൺസ് തികയ്ക്കുന്ന താരമെന്ന റെക്കോർഡ് വിരാട് കോഹ്ലിക്ക്. ഏകദിനത്തിൽ കൂടുതൽ ക്യാച്ച് എടുക്കുന്ന ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡും കോഹ്ലി സ്വന്തമാക്കി. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ. N രാമചന്ദ്രൻ പുരസ്കാരം ഷബാന അസ്മിക്ക്. N രാമചന്ദ്രൻ പുരസ്കാരത്തിന് അർഹയായതാരാണ്? ഷബാന അസ്മി. ബാർട്ട് ഡെ വേവർ ബെൽജിയം പ്രധാനമന്ത്രിയായി അധികാരമേറ്റു. ബാർട്ട് ഡെ വേവർ ബെൽജിയം പ്രധാനമന്ത്രി. രേഖ ഗുപ്ത ഡൽഹിയുടെ 9ാമത്തെ മുഖ്യമന്ത്രി. ഡൽഹിയുടെ 9ാമത്തെ മുഖ്യമന്ത്രിയായതാരാണ്? രേഖ ഗുപ്ത. ഡൽഹിയുടെ 4ാം വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത. 9ാമത്തെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് രേഖ ഗുപ്തയാണ്. ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രി കൂടിയാണ് ഇവർ. 2032 ഭൂമിയിൽ പതിക്കാനിടയുള്ള 2024 YR4 2024 YR4 ചിഹ്നഗ്രഹത്തെ നിരീക്ഷിക്കാൻ ഐക്യരാഷ്ട്രസഭ. മധ്യപ്രദേശിലെ രേവയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം നിലവിൽ വന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ്
ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? മധ്യപ്രദേശിലെ രേവയിലാണ്. കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിന്റെ പേര് വിജയ് ദുർഗ്. കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിന്റെ പേര് വിജയ് ദുർഗ് എന്നാക്കി. ഫോർട്ട് വില്യം എന്നായിരുന്നു പഴയ പേര്. ഈ പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിന്റെ പുതിയ പേരെന്താണ്? വിജയ് ദുർഗാണ്. പഴയ പേര് ഫോർട്ട് വില്യം. വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമമാണ് ഓവർസീസ് മൊബിലിറ്റി. വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടനയാണ് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്, ഇപ്ക. ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് എന്തിന്റെ മാതൃകയിലാണ്? ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ. 38ാമത് ദേശീയ ഗെയിംസിൽ സർവീസസ് ചാമ്പ്യന്മാരായി. കേരളത്തിന് 14ാം സ്ഥാനം. ഉത്തരാഖണ്ഡായിരുന്നു വേദിയായത് ഉത്തരാഖണ്ഡ്. അടുത്തത്, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കി നാസയുടെ ശാസ്ത്രജ്ഞയും ഇന്ത്യൻ വംശജയുമായ സുനിത വില്യംസ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത 62 മണിക്കൂറും 6 മിനിറ്റും. 62 മണിക്കൂറും 6 മിനിറ്റുമാണ് സുനിത ബഹിരാകാശത്ത് നടന്നത്. നാസയുടെ മുൻ ശാസ്ത്രജ്ഞ പെഗ്ഗി വിൻസണിന്റെ 60 മണിക്കൂർ 21 മിനിറ്റ് എന്ന റെക്കോർഡാണ് സുനിത തിരുത്തിയത്. ഈ പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. സുനിത വില്യംസ് ആണ് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്നത്. 62 മണിക്കൂറും 6 മിനിറ്റുമാണ് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന ശാസ്ത്രജ്ഞ. നാസയുടെ മുൻ ശാസ്ത്രജ്ഞ പെഗ്ഗി വിൻസണിന്റെ 60 മണിക്കൂർ 21 മിനിറ്റ് എന്ന റെക്കോർഡാണ് തിരുത്തിയത്. മുൻ ലോക 1-ാം നമ്പർ വനിതാ ടെന്നീസ് താരം റുമാനിയയുടെ സിമോണ ഹാലപ്പ് ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. സിമോണ ഹാലപ്പ് റുമാനിയയുടെ. ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റിലെയും അരങ്ങേറ്റത്തിൽ 3 വീതം വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഹർഷിത് റാണ. ടെസ്റ്റ്, ഏകദിനം, T20 എന്നീ 3 ഫോർമാറ്റിലെയും അരങ്ങേറ്റത്തിൽ 3 വീതം വിക്കറ്റുകൾ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഹർഷിത് റാണ. ബ്രസീൽ ഫുട്ബോൾ താരം മാർസെലോ ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ബ്രസീൽ ഫുട്ബോൾ താരം മാർസെലോ. GSLV F-15 എന്ന റോക്കറ്റിലാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമുള്ള 100ാം വിക്ഷേപണം ISRO നടത്തിയത്. ഗതി നിർണയത്തിനുള്ള NVS-02 ഉപഗ്രഹത്തെയാണ് റോക്കറ്റ് ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ എത്തിച്ചത്. പ്രധാനപ്പെട്ട പോയിന്റാണ് NVS-02. GSLV F-15 എന്ന റോക്കറ്റിലാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും 100ാമത്തെ വിക്ഷേപണം. പ്രധാനപ്പെട്ട പോയിന്റാണ്, നോക്കി വയ്ക്കുക. സുഗതകുമാരി നവതി ആഘോഷ സമിതി ഏർപ്പെടുത്തിയ സുഗത നവതി പുരസ്കാരം പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീമൺ നാരായൺ. ശൂരനാട് കുഞ്ഞൻപിള്ള പുരസ്കാരം എഴുത്തുകാരൻ ഡോക്ടർ AM ഉണ്ണികൃഷ്ണന്. 25,555 രൂപയുടേതാണ് പുരസ്കാരം. 35 ഗ്രാമി പുരസ്കാരങ്ങൾ നേടി ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കി പോപ്പ് താരമായ ബിയോൺസെ. ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി ആരാണ്? ബിയോൺസെയാണ്. 35 ഗ്രാമി പുരസ്കാരങ്ങളാണ് നേടിയത്. മൈക്കൽ മാർട്ടിൻ അയർലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ശ്രീലങ്കയുടെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ദിമുത് കരുണരത്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ബഹ്റൈൻ സർക്കാരിന്റെ പരമോന്നത ബഹുമതി പ്രമുഖ മലയാളി പ്രവാസി വ്യവസായി രവി പിള്ള.
ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല ഗുജറാത്തിൽ നിലവിൽ വരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദിനെ ദേശീയ സർവകലാശാലയാക്കി മാറ്റാനുള്ള ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ചു. ത്രിഭുവൻ സഹകാരി സർവകലാശാല എന്നാകും പേര്. സർവകലാശാലയുടെ പേരെന്തായിരിക്കും? ത്രിഭുവൻ സഹകാരി സർവകലാശാല. എവറസ്റ്റിലെ മലിനീകരണം കണക്കിലെടുത്ത് എവറസ്റ്റിലേക്കുള്ള പെർമിറ്റ് ഫീസ് കൂട്ടി നേപ്പാൾ. ജോർജിയയെ മലേറിയ വിമുക്ത രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു. ജോർജിയയെ മലേറിയ വിമുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചത് ജോർജിയ. ചീനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ച് ജമ്മു കാശ്മീർ. ചീനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് ജമ്മു കാശ്മീർ ആണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആരംഭിച്ച പദ്ധതിയാണ് ഒപ്പം. പദ്ധതിയുടെ പേരെന്താണ്? ഒപ്പം. കേരളത്തിന്റെ ഓട്ടോമോട്ടീവ് ടെക്നോളജി സമ്മിറ്റ് തിരുവനന്തപുരത്ത് നടന്നു. കേരളത്തിന്റെ ഓട്ടോമോട്ടീവ് ടെക്നോളജി സമ്മിറ്റ് നടന്നത് എവിടെയാണ്? തിരുവനന്തപുരം. പ്രമുഖ പ്രവാസി വ്യവസായി ഡോക്ടർ ബി രവി പിള്ളയുടെ ആത്മകഥയായ രവിയുഗം പ്രസിദ്ധീകരണത്തിന് തയ്യാറാകുന്നു. പ്രമുഖ പ്രവാസി വ്യവസായി ഡോക്ടർ ബി രവി പിള്ളയുടെ ആത്മകഥയാണ് രവിയുഗം. കെ രാമമൂർത്തി പുരസ്കാരം കെ മുരളീധരന്. കെ രാമമൂർത്തി പുരസ്കാരം കെ മുരളീധരന്. തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്. 2019-25 കാലയളവിലായി 8 ബജറ്റുകളാണ് അവതരിപ്പിച്ചത്. തുടർച്ചയായി 7 ബജറ്റുകൾ അവതരിപ്പിച്ച CD ദേശ്മുഖിന്റെ റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ തിരുത്തിയത്. പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്, നോട്ട് ചെയ്യുക. ക്രിക്കറ്റ് ലോകകപ്പ് നേടുന്ന ആദ്യ മലയാളി വനിതയായി വയനാട് നിന്നുള്ള ജോഷിത. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2024 ഏറ്റവും മികച്ച കളിക്കാരനുള്ള പുരസ്കാരം ഇന്ത്യൻ പേസ് ബൗളർ ജസ്പ്രീത് ബുംറയ്ക്ക്. മികച്ച വനിതാ താരമായി ന്യൂസിലാൻഡിന്റെ അമേലിയ കെർ തെരഞ്ഞെടുക്കപ്പെട്ടു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2024 ഏറ്റവും മികച്ച കളിക്കാരനുള്ള പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ പേസ് ബൗളറാണ് ജസ്പ്രീത് ബുംറ. മികച്ച വനിതാ താരമായിട്ട് ന്യൂസിലാൻഡിന്റെ അമേലിയ കെർ. ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഇന്ത്യയുടെ ആദ്യ ക്രിക്കറ്റ് ക്യാപ്റ്റനായ CK നായിഡുവിന്റെ പേരിൽ നൽകുന്ന ആജീവനാന്ത പുരസ്കാരം സച്ചിൻ ടെണ്ടുൽക്കറിന്. ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഇന്ത്യയുടെ ആദ്യ ക്രിക്കറ്റ് ക്യാപ്റ്റനായ CK നായിഡുവിന്റെ പേരിൽ നൽകുന്ന ആജീവനാന്ത പുരസ്കാരം സച്ചിൻ ടെണ്ടുൽക്കർക്ക്. 2020 ക്രിക്കറ്റിൽ ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടി റെക്കോർഡിട്ട അഭിഷേക് ശർമ്മ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ 6 എന്ന റെക്കോർഡ് സ്വന്തമാക്കാനും യുവതാരത്തിനായി 13 എണ്ണം. ടാറ്റ സ്റ്റീൽ ചെസ്സിൽ പ്രജ്ഞാനന്ദയ്ക്ക് കിരീടം. പരമ്പരാഗത വിത്തിനങ്ങളുടെ സംരക്ഷകൻ ചെറുവയൽ രാമന് കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി സമ്മാനിക്കും. പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവിക്ക് അർഹനായത് ചെറുവയൽ രാമൻ. മണിപ്പൂർ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് രാജിവെച്ചു. യൂറോപ്യൻ യൂണിയൻ ശാസ്ത്ര ഗവേഷണത്തിലും പരിശീലനത്തിലും തൽപരരായ വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ 1.3 കോടി രൂപയുടെ മേരി ക്യൂറി ഫെലോഷിപ്പിന് കോഴിക്കോട് സ്വദേശിനി ചൈത്ര അനൂപ് അർഹയായി. മേരി ക്യൂറി ഫെലോഷിപ്പിന് അർഹയായ മലയാളിയാണ് ചൈത്ര അനൂപ്. പൊതുജനങ്ങൾക്ക്
സമഗ്രമായ റെയിൽവേ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏകജാല പരിഹാരമായ സ്വറെയിൽ എന്ന സൂപ്പർ ആപ്പ് പുറത്തിറക്കിയ റെയിൽവേ മന്ത്രാലയം. ആപ്പിന്റെ പേര് സ്വറെയിൽ. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ISRO മുൻ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥിന്. കേരള ശാസ്ത്ര പുരസ്കാരം. Under-19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യക്ക്. Under-19 വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഇന്ത്യക്ക്. ഫൈനലിൽ തോൽപ്പിച്ചത് ദക്ഷിണാഫ്രിക്കയെയാണ്. ദക്ഷിണാഫ്രിക്ക. INS സൂറത്ത്, INS നീലഗിരി എന്നീ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനിയായ INS വാഗ്ഷീറും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു. INS സൂറത്ത്, INS നീലഗിരി, INS വാഗ്ഷീർ. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം കണ്ണൂർ സിറ്റിയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷന്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരത്തിന് അർഹമായ പോലീസ് സ്റ്റേഷൻ തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്, കണ്ണൂർ സിറ്റിയിൽ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയായ ഹോപ്പ് പുറത്തിറങ്ങി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ഹോപ്പ്. ഇന്ത്യയുടെ ടാങ്ക് വേദ ഗൈഡഡ് മിസൈലായ നാഗ് മാർക്ക് 2ന്റെ പരീക്ഷണം വിജയം. നാഗ് മാർക്ക് 2. നവാഫ് സലാമിനെ ലെബനന്റെ പുതിയ പ്രധാനമന്ത്രിയെ പ്രസിഡന്റ് ജോസഫ് ഔൺ നാമനിർദ്ദേശം ചെയ്തു. നവാഫ് സലാം. അടുത്തത് പത്മ പുരസ്കാരങ്ങളാണ്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ MT വാസുദേവൻ നായർ, ദുവ്വൂർ നാഗേശ്വർ റെഡ്ഡി, ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഖേഹർ, കുമുദിനി രജനീകാന്ത് ലഖിയ, ഒസാമു സുസൂക്കി, ശാരദാ സിൻഹ, N സുബ്രഹ്മണ്യം എന്നിവർക്ക് പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചു. പത്മവിഭൂഷൺ. ആർക്കൊക്കെയാണ് ഇവിടെ? MT വാസുദേവൻ നായരുടെ പേര് ഓർത്തുവയ്ക്കുക. MT വാസുദേവൻ നായർ പത്മഭൂഷൺ ലഭിച്ച മലയാളി. ദുവ്വൂർ നാഗേശ്വര റെഡ്ഡി, ജസ്റ്റിസ് റിട്ടയർഡ് ജഗദീഷ് സിംഗ് ഖേഹർ, കുമുദിനി രജനീകാന്ത് ലഖിയ, ഒസാമു സുസൂക്കി, ശാരദാ സിൻഹ, N സുബ്രഹ്മണ്യം. ഇന്ത്യൻ ഹോക്കി ടീം മുൻ ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായ PR ശ്രീജേഷ്, ചലച്ചിത്ര നടി ശോഭന, തമിഴ് നടൻ അജിത്, ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം എന്നിവർ ഉൾപ്പെടെ 19 പേർക്ക് പത്മഭൂഷൺ. അപ്പോൾ പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ഓർക്കുക: PR ശ്രീജേഷ്, ചലച്ചിത്ര നടി ശോഭന, തമിഴ് നടൻ അജിത്ത്, ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം. പത്മഭൂഷൺ ലഭിച്ചവർ 19 പേർക്കാണ്. നമുക്ക് PSCയിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന 5 പേരുടെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. പ്രേം നസീർ പുരസ്കാരത്തിന് അർഹയായത് ഷീലയാണ്. ഷീല 2024 മികച്ച 2020 താരമായി ഇന്ത്യയുടെ അർഷ്ദീപ് സിംഗ് തെരഞ്ഞെടുക്കപ്പെട്ടു. വിഖ്യാത ഹോളിവുഡ് സംവിധായകനും തിരക്കഥാകൃത്തുമായ ഡേവിഡ് ലിഞ്ച് അന്തരിച്ചു. വിക്ഷേപണ വാഹനങ്ങൾ പുനരുപയോഗിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനുമുള്ള സാങ്കേതിക വിദ്യയായ വികാസ് ലിക്വിഡ് എഞ്ചിന്റെ പരീക്ഷണം ISRO വിജയകരമായിട്ട് നടത്തി. വികാസ് ലിക്വിഡ് എഞ്ചിൻ. S ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരം നോവലിസ്റ്റും നിരൂപകനും ചരിത്രകാരനുമായ പ്രൊഫസർ SK വസന്തന്. S ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരത്തിന് അർഹനായത് പ്രൊഫസർ SK വസന്തൻ. R1 എന്ന ചെലവ് കുറഞ്ഞതും വേഗം കൂടിയതുമായ AI മോഡൽ നിർമ്മിച്ച ചൈനീസ് കമ്പനിയായ ഡീപ്സീക്ക്. R1. പ്രമുഖ സിനിമാ സംവിധായകൻ ഷാഫി അന്തരിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ടെസ്റ്റ് താരമായി ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയും വനിതാ ഏകദിനത്തിലെ മികച്ച താരമായി സ്മൃതി മന്ദാനയും.
ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ ഒന്നാമനായി ഡി ഗുകേഷ്. കോലാലംപൂരിൽ നടക്കുന്ന വനിതകളുടെ അണ്ടർ 19 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ മലേഷ്യക്കെതിരെ നടന്ന മത്സരത്തിൽ ഹാട്രിക് നേടിയതോടെ ഈ വിഭാഗത്തിൽ ഹാട്രിക് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളറായി വൈഷ്ണവി ശർമ്മ. ക്രിക്കറ്റ് പന്തുകൾ ഉപയോഗിച്ച് 50 ഇയേഴ്സ് ഓഫ് വാങ്കഡെ സ്റ്റേഡിയം എന്ന വാക്യം എഴുതി ഗിന്നസ് റെക്കോർഡിട്ട മുംബൈ വാങ്കഡെ സ്റ്റേഡിയം ഇതിനായിട്ട് 14,505 പന്തുകൾ ഉപയോഗിച്ചു. മുംബൈ വാങ്കഡെ സ്റ്റേഡിയം. പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിരുന്ന മലയാളിയായ ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് സ്ഥാനമേറ്റു. ലോക സാമ്പത്തിക ഉച്ചകോടി സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്നു. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം അമേരിക്കയുടെ മാഡിസൺ കെയ്സിന് ഫൈനലിൽ ബെലാറൂസിന്റെ ആര്യാന സബലെങ്കയെയാണ് പരാജയപ്പെടുത്തിയത്. ബഹിരാകാശത്ത് പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ. എത്രാമത്തേതാണ്? നാലാമത്തെ രാജ്യമായി ഇന്ത്യ. ഇതിനു മുമ്പ് US, റഷ്യ, ചൈന എന്നിവരാണ് നേട്ടം സ്വന്തമാക്കിയത്. ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ 6 ഗ്രഹങ്ങൾ ജനുവരി 25 രാത്രി ഒന്നിച്ച് ഒരേ നിരയിൽ ആകാശത്ത് ദൃശ്യമായി. ജനുവരി 25, 2025 ഏതൊക്കെ ഗ്രഹങ്ങളാണ്? ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ 6 ഗ്രഹങ്ങൾ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി കോഴിക്കോട് വിജിലൻസ് ട്രൈബ്യൂണലായിരുന്ന വി ഗീതയെ നിയമിച്ചു. രാജ്യത്തെ ആദ്യ കൊറോണറി ആർട്ടറി ബൈപ്പാസ്, ആദ്യ ശിശുഹൃദയ മാറ്റിവെക്കൽ, ആദ്യ ഹൃദയ ശ്വാസകോശ മാറ്റിവെക്കൽ എന്നിവ നടത്തി പ്രശസ്തനാവുകയും വേൾഡ് കോൺഗ്രസ് ഓഫ് thoracic cardiac surgeons പ്രസിഡന്റ് സ്ഥാനം വഹിച്ച ആദ്യ ഇന്ത്യക്കാരനുമായ ഡോക്ടർ കെ എം ചെറിയാൻ അന്തരിച്ചു. രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറിന്. ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ പരാജയപ്പെടുത്തി. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിജയകരമായ 100ാം വിക്ഷേപണം നടത്തി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ISRO. 38ാം ദേശീയ ഗെയിംസിന് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ തുടങ്ങി. അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി തെലങ്കാനക്കാരിയായ തൃഷ. ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിന്റെ കമ്പനിയായ ബ്ലൂ ഒറിജിന്റെ കുറ്റൻ റോക്കറ്റ് ന്യൂ ഗ്ലെനി ആദ്യ പരീക്ഷണ വിക്ഷേപണം വിജയകരം. ന്യൂ ഗ്ലെനി റോക്കറ്റിന്റെ പേര് ഓർത്ത് വയ്ക്കുക, ന്യൂ ഗ്ലെനി. അടുത്തത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2024. മികച്ച ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ്. മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമ എമിലിയ പെരസ്, ഫ്രഞ്ച് സിനിമ. മികച്ച സംവിധായകൻ ബ്രാഡി കോർബറ്റ്, ദി ബ്രൂട്ടലിസ്റ്റിന്റെ സംവിധായകൻ. മികച്ച നടൻ ഏട്രിയൽ ബ്രൂഡി. മികച്ച നടി ഫെർണാണ്ടോ ടോറസ്. മികച്ച സഹനടൻ കിരൺ കാൾക്കി. മികച്ച സഹനടി സോയി സൽദാന. മികച്ച തിരക്കഥ കോൺക്ലേവ്. മികച്ച ടെലിവിഷൻ സീരീസ് ഷോഗൺ. അടുത്തത് JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം 2023. മികച്ച സിനിമ 2018. മികച്ച സംവിധായകൻ അഖിൽ സത്യൻ. മികച്ച നടൻ ടോവിനോ തോമസ്. മികച്ച നടി അഞ്ജന ജയപ്രകാശ്. മികച്ച ഗായിക B അരുന്ധതി. 2024 ഐവറി പുരസ്കാരം ഗായിക KS ചിത്രയ്ക്ക്.
2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ജഗതി ശ്രീകുമാറിന്. ഡോക്ടർ വി നാരായണൻ ISRO ചെയർമാനായി നിയമിതനായി. ഡോക്ടർ വി നാരായണൻ ISRO ചെയർമാൻ. വിലാസിനി നോവൽ പുരസ്കാരം എ നസീറയുടെ ഉച്ചാടനം എന്ന നോവലിന്റെ പേര് ഉച്ചാടനം. ആരുടേതാണ്? എ നസീറ. പാച്ചലൂർ സുകുമാരൻ സ്മാരക പുരസ്കാരം കവിയും ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ ജയകുമാറിന്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ജില്ലയാണ് ജേതാക്കളായത്. തൃശൂർ ജില്ല. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയാക്കും. കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സിന്റെ മേധാവിയായി വിതുൽ കുമാറിനെ നിയമിച്ചു. തോംസൺ ജോസിനെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിച്ചു. 1,60,000 വർഷത്തിലൊരിക്കൽ മാത്രം കാണാനാകുന്ന കോമറ്റ് G3 എന്ന അപൂർവ വാൽനക്ഷത്രം ജനുവരി 13 രാത്രിയിൽ ദൃശ്യമായി. ഇന്ത്യ പണിയാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മാണത്തിനും ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ വെച്ച് അറ്റകുറ്റപ്പണി നടത്തുന്നതിനുമുള്ള സാങ്കേതിക വിദ്യയായ റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ അഥവാ നടക്കും യന്ത്രക്കായി പരീക്ഷണം വിജയകരം. ന്യൂസിലാൻഡ് ഓപ്പണർ മാർട്ടിൻ ഗഡ്വിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ബ്രസീലുകാരി കന്യാസ്ത്രീ ഇന കനഭാരോ ലൂക്കാസാണ് പുതിയ ലോക മുത്തശ്ശി. ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം ഇന്ത്യയുടെ കൊനേരു ഹംപിക്ക്. PSC ബുള്ളറ്റിനിലെ ഇത്രയും ചോദ്യങ്ങൾ തീർച്ചയായിട്ടും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 2025 ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്